എറണാകുളം കളമശ്ശേരിയിൽ ഇന്ധന ടാങ്കർ മറിഞ്ഞു. ഇരുമ്പനം BPCL പ്ലാന്റിൽ നിന്നും പ്രൊപ്പലീൻ നിറച്ച് ഗുജറാത്തിലേക്ക് പോയ ടാങ്കർ ലോറിയാണ് മറിച്ചത്. രാവിലെ 9 മണിയോടെ മറ്റൊരു ലോറി ക്യാബിനിൽ എത്തിച്ച ഗ്യാസ് ടാങ്ക് തിരികെ ഇരുമ്പനം BPCL തിരികെ എത്തിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കളമശ്ശേരി TVS കവലയിൽ പ്രൊപ്പലിൻ ഇന്ധനം നിറച്ച ടാങ്കർ ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞത്. ഇരുമ്പനം BPCL നിന്നും ഗുജറാത്തിലേക്ക് പോയതായിരുന്നു ലോറി. ഇതിലിപ്പോൾ തിരിച്ചു വിട്ടപ്പോൾ 3 മാസമായി. തിരിച്ചു വിട്ടപ്പോൾ ഒരാള് 5 സമയം പോയി. അത് ഈ സമയത്തിൽ ഓടുമ്പോൾ വളകൾ ഓടിക്കുമ്പോൾ കൊഞ്ചം ഇതെല്ലാം അല്ല നമുക്ക് ഇളം ഫ്രീ ആയിട്ട് നിന്നപ്പോൾ അങ്ങോട്ട് കയറിയപ്പം അത് എങ്ങനെയായാലും കൊഞ്ചം വണ്ടി ഇതാവും, മറിയും, ഇത് ശരിയാവും. അത് കൂടുതലായി ലോഡ് വന്ന് വെള്ളം പൊഴുകും, കേസല്ലേ വെള്ളം പൊഴുകും. അതുകൊണ്ടാണ് കൊഞ്ചം അങ്ങോട്ട് പോകണപ്പോൾ വണ്ടി മറിച്ചത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി BPCL അധികൃതരുമായി ആശയവിനിമയം നടത്തി. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം ഉയർത്തുന്നതിനിടയിൽ ഇന്ധനം ചോർന്നത് നേരിയ ആശങ്കയ്ക്ക് ഇടയാക്കി. 18 ടൺ പ്രൊപ്പലീൻ ഗ്യാസാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. കുമ്മായവും ശർക്കരയും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചാണ് ചോർച്ച അടച്ചത്. തുടർന്ന് 5 മണിയോടെ വാഹനം ഉയർത്തി. ആദ്യം വാതകം മറ്റൊരു ടാങ്കിലേക്ക് മാറ്റാൻ തയ്യാറെടുത്തെങ്കിലും അതുപേക്ഷിച്ച് തകർന്ന ലോറി ക്യാബിന് പകരം പുതിയ ക്യാബിൻ എത്തിച്ച് വാതക ടാങ്കർ ഇരുമ്പനം BPCLലേക്ക് തിരികെ കൊണ്ടുപോയി. ഇവിടെ നിന്നും വാതകം മാറ്റി നിറച്ച് യാത്ര തുടരും. അതേസമയം സംഭവത്തിൽ BPCL അന്വേഷണം നടത്തും. ലോറി മറിയാനുള്ള സാഹചര്യവും ഗ്യാസ് ലീക്കേജ് ഉണ്ടായതുമാണ് അന്വേഷിക്കുന്നത്. BPCL ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വലിയൊരു അപകടം ഒഴിവായത്. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.